ഭാരതീയ ജനതാ പാർട്ടി ദേശീയ സംഘടനയിൽ വൻ അഴിച്ചുപണി പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ രംഗത്ത് പുതിയ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ബി.ജെ.പി. പുനഃസംഘടന നടന്ന സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിസഭയിലെ മാറ്റങ്ങളെക്കുറിച്ച് അഭ്യൂഹം ശക്തമാവുകയാണ്. ബി.ജെ.പി. ട്രഷറർ സ്ഥാനത്ത് തിരിച്ചെത്തിയ പീയൂഷ് ഗോയൽ മന്ത്രിസ്ഥാനത്തും തുടരുമെന്നാണ് സൂചന. ബി.ജെ.പി. പാർലമെന്ററി ബോർഡിലേക്കും പീയൂഷ് ഗോയലിനെ പരിഗണിച്ചേക്കും. പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിലാണ് പുതിയ ഭാരവാഹി പട്ടിക പുറത്തിറക്കിയത്. രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും തിരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുമാണ് പുതിയ ടീമിനെ രംഗത്തിറക്കിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്ന് പ്രമുഖ നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയലിന് പാർട്ടി ട്രഷറർ സ്ഥാനം നൽകിയതാണ്. നേരത്തെയും പാർട്ടിയിൽ സമാനമായ സുപ്രധാന ചുമതലകൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് പീയൂഷ് ഗോയൽ. അദ്ദേഹത്തിന്റെ സംഘാടന മികവും സാമ്പത്തിക കാര്യങ്ങളിലെ അനുഭവ സമ്പത്തും പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകരുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാന ചുമതലകൾക്കൊപ്പം പാർട്ടി സംഘടനയിലും സുപ്രധാന പദവി ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം വ്യക്തമാക്കുന്നു. വരുംകാല തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടിയുടെ അടിത്തറ കൂടുതൽ ശക്തമാക്കാനാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പേരും പാർലമെന്ററി ബോർഡിലേക്ക് ആലോചിക്കുന്നുണ്ട്. ഫഡ്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും. നിലവിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. നിർമ്മല സീതാരാമൻ, നിതിൻ ഗഡ്കരി, അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമെന്നാണ് അഭ്യൂഹം. ഇന്നലെയാണ് ബി.ജെ.പി. ദേശീയ ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിച്ചത്. ബി.ജെ.പിയുടെ പുതിയ ദേശീയ ഭാരവാഹികളിൽ കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രനാണ് ഇടം പിടിച്ച പുതിയ മുഖം. സുരേന്ദ്രന് ദേശീയ സെക്രട്ടറി സ്ഥാനമാണ് ലഭിച്ചത്. അനിൽ ആന്റണി ദേശീയ സെക്രട്ടറിയായി തുടരും. സ്മൃതി ഇറാനി ദേശീയ ജനറൽ സെക്രട്ടറിയാകും. രാം മാധവ്, താരിഖ് മൻസൂർ എന്നിവർ ഉപാധ്യക്ഷന്മാരുടെ പട്ടികയിലുണ്ട്. അതേസമയം ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് A.P. അബ്ദുള്ളക്കുട്ടിയെ മാറ്റി. B.L. സന്തോഷ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തുടരും. ഹേമന്ത് ജോഷിയാണ് യുവമോർച്ച അധ്യക്ഷൻ. രാജ്യവ്യാപകമായി പാർട്ടി സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കാനും താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും പുതിയ ടീമിന് സാധിക്കുമെന്ന് നേതൃത്വം കരുതുന്നു. യുവാക്കൾക്കും മുതിർന്ന നേതാക്കൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പുതിയ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് ഈ മാറ്റങ്ങളെല്ലാം നടപ്പാക്കുന്നത്. പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ പുതിയ ഭാരവാഹികൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും ഏറെ കൗതുകത്തോടെയാണ് ബി.ജെ.പിയുടെ പുതിയ സംഘടനാ പുനഃസംഘടനയെ വീക്ഷിക്കുന്നത്. പാർട്ടി തലപ്പത്തുണ്ടായ ഈ മാറ്റങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. വോട്ടുറപ്പും സംഘടനാബലവും ഉണ്ടെന്നും കരുതപ്പെടുന്ന മേഖലകളിൽ പ്രതിപക്ഷ നീക്കങ്ങളും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ അലയൊലികളും ക്ഷീണമായെന്ന തിരിച്ചറിവാണ് ബി.ജെ.പി. ദേശീയ ഭാരവാഹികളുടെ പുനഃസംഘടനയിൽ പ്രതിഫലിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വോട്ട് ബാങ്കുകളിലും സംരക്ഷണം ഉറപ്പുവരുത്തുകയെന്ന അജണ്ടയാണ് അഴിച്ചുപണിയുടെ ഉള്ളടക്കം. ഉത്തർപ്രദേശ് ഉൾപ്പെടെ അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ സംഘടനാശേഷിയിൽ ഇടിവുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലും ഇതിലുണ്ട്. പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് വേണ്ടത്ര യോജിപ്പില്ലാത്ത സ്മൃതി ഇറാനി ശക്തിയായി തിരിച്ചുവരുന്നത് ശ്രദ്ധേയമാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി പരിപാടികളിൽ പോലും സ്മൃതി സജീവമായിരുന്നില്ല. ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് മുൻ മാനവശേഷി വകുപ്പ് മന്ത്രി കൂടിയായ സ്മൃതിയുടെ സ്ഥാനക്കയറ്റമെന്നാണ് സൂചന. അതേസമയം മാനവശേഷി വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പായപ്പോൾ അതിന്റെ ചുമതലക്കാരനായി മാറിയ ധർമ്മേന്ദ്ര പ്രധാൻ പാർട്ടിയിലും സർക്കാരിലും ഇല്ലാത്ത നിലയിലാണ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്ന സാഹചര്യം കണക്കാക്കി മാറ്റി നിർത്തിയതാണോ? മന്ത്രിസഭ പുനഃസംഘടനയിൽ മറ്റൊരു വകുപ്പുമായി അദ്ദേഹം തിരിച്ചുവരുമോ എന്ന ആകാംക്ഷയുണ്ട്. വടക്കു കിഴക്കൻ മേഖലയുടെ കോർഡിനേറ്ററായി പാർട്ടി വക്താവ് സാംബിത് പത്രയെ നിയോഗിച്ചതും ശ്രദ്ധേയമാണ്. മണിപ്പൂരിൽ പുതിയ സർക്കാർ രൂപവൽക്കരണത്തിൽ സാംബിത് നിർണായക പങ്ക് വഹിച്ചിരുന്നു. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ BDJS നേതാക്കളുമായി ഇപ്പോഴേ ചർച്ച നടത്തി ബി.ജെ.പി. പരിഭവങ്ങൾ പരിഹരിക്കാൻ ബോർഡ് കോർപ്പറേഷനുകൾ ഉൾപ്പെടെ BDJSന് കൂടുതൽ പദവി ഉറപ്പു നൽകിയതായും സൂചനയുണ്ട്. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങൾ നടത്താനും തീരുമാനമായി. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഞായറാഴ്ച കണിച്ചുകുളങ്ങരയിലെത്തി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി ചർച്ച നടത്തിയെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു. വിവിധ പദവികളിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം കിട്ടാത്തത് വെള്ളാപ്പള്ളി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരിഹാരത്തിനായി ഇടപെടുമെന്ന് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പു നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ BDJS നേതാക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാനുള്ള സൗകര്യവും ഉറപ്പാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട്. BDJS ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി, സംസ്ഥാന ഉപാധ്യക്ഷൻ സിനിൽ മുണ്ടപ്പള്ളി, ജനറൽ സെക്രട്ടറി PS ജ്യോതിസ് എന്നിവരുമായി രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പിലേതുപോലുള്ള അവഗണന ഉണ്ടാകരുതെന്ന് BDJS നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ ഒരുമിച്ച് തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഗുണകരമാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.